മത്സരിച്ചോട്ടം, സന്ദർശനം, പിന്നെ ഈ മാരത്തോൺ മത്സരത്തിൽ ചേരേണ്ടിയിരുന്നില്ല. അപ്പോൾ ഇവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് വരുന്ന തിരക്കുകളാണ് ഇതിൽ പരാമർശിക്കുന്നത്. ആഫീസ് മുറിയിലെ കസാരയിൽ ചെന്ന് വീണപ്പോൾ വല്ലാത്തൊരു തലവേദന. ഒന്ന് കുളിക്കാനോ ഉണ്ണുകയോ ചെല്ലി. അപ്പോഴാണ് കുളിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടുള്ള ഓർമ്മ വന്നത്. നിത്യജീവിതചര്യങ്ങൾ കൃത്യത പാലിക്കാൻ തനിക്ക് കഴിയാറില്ല. ആഹാരം, നിദ്ര, വിശ്രമം എപ്പോഴാണെങ്കിലും എന്നേ ഉള്ളൂ. എന്തിന് കാണാൻ കൊതിച്ചുണ്ടായി കുഞ്ഞിനെ പോലും ഒരു നേരെ ചൊവ്വെ കാണാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഗോവിന്ദൻകുട്ടിയുടെ ആത്മകഥകൾ എന്തൊക്കെയാണല്ലോ ചോദ്യം ചോദിച്ചാൽ എന്തെങ്കിലും ഉത്തരം എഴുതും. ജീവിതത്തിൽ നെട്ടോട്ടപ്പാച്ചിലാണല്ലോ, മത്സര ഓട്ടമാണല്ലോ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ലല്ലോ, എനിക്ക് വസ്ത്രം മാറ്റിയിടാനും സമയമില്ലല്ലോ, എൻ്റെ ആറ്റുനോറ്റി കാണാൻ കൊതിച്ചൊരു കുട്ടി ഉണ്ട്, അപ്പം അതിനെ കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള ചിന്തകളാണ് ഗോവിന്ദൻകുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോയതെന്നാണ് നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത്. അങ്ങനെ തൊഴിലില്ലാത്തവരോട് പോയി പറയൂ, എനിക്ക് ആരെയും കാണാൻ സമയമില്ല, എനിക്ക് സുഖമില്ല, സന്ദർശന സമയമില്ല. അങ്ങനെയൊക്കെ സെക്രട്ടറിയോട് അദ്ദേഹം പറയാണ്. ഓക്കെ, ആ സുഖവും സൗകര്യങ്ങളും അനുഭവിക്കുക. ഇത്തരം ചില അസൗകര്യങ്ങൾ സഹിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് സ്വീകരണ മുറി അകത്തേക്ക് ഉള്ളിൽ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്നതും കുശലം പറയേണ്ടവരോട് കുശലം പറയുന്നത്. ഇത്രയും ഉള്ളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആളുകൾ വരുമ്പോൾ നല്ല ചിരിച്ച് കുശലം പറഞ്ഞ് വേണം നിൽക്കാൻ. അതാണ് രാഷ്ട്രീയക്കാരൻ്റെ ഇത്. എന്നാൽ സന്ദർശകരുടെ കാർഡും കൊണ്ട് നെക്സ്റ്റ് സെക്രട്ടറി വന്നപ്പോൾ അയാൾ അലറി, പോകൂ, ആ തൊഴിലില്ലാത്തവരോട് പോയി പറയൂ, എനിക്ക് ആരെയും കാണാൻ സമയം, എനിക്കിത് സുഖമില്ല, ഈ സന്ദർശന സമയമല്ല, നാളെ രാവിലെ വരാൻ പറയൂ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കട്ടെ എന്ന് പറയുന്നു അല്ലേ. സെക്രട്ടറി ഉള്ളിലൂടെ ഊറിയ ചിരിയുമായി പുറത്തേക്ക് പോയി. എത്ര കോപിച്ചാലും ചാടിയാലും ഓരോരുത്തരെ വിളിച്ച് കുശലം ചോദിച്ചതിന് ശേഷമേ അദ്ദേഹം ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് ആർക്കറിയാം? സെക്രട്ടറിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സെക്രട്ടറി ആദ്യം ചിരിച്ചു. അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൊതുജന സേവനാകാൻ കഴിയുമോ? ഓഫീസിലൂടെ വാതിൽ അവസാനത്തെ ആളും കടന്നു പോയതിനു ശേഷമാണ് സെക്രട്ടറി പറഞ്ഞത്, ഇനി ഒരു സ്ത്രീ കൂടിയുണ്ട്, അപ്പുറത്തിരിക്കുന്നു. വളരെ ദൂരെ നിന്നൊരു പാവപ്പെട്ട ഒരു സ്ത്രീ കാണാൻ വന്നതാണ്. അവർക്ക് ഇവിടുത്തെ താങ്കളെ തനിച്ച് കാണണമെന്നാണ് പറയുന്നത്. ഇതുവരെ വിളിക്കാത്തത് കൊണ്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. ഈ വാടി തളർന്നിരിക്കുകയാണ്. അപ്പം നേതാവ് ഗോവിന്ദൻകുട്ടി എന്ത് ചെയ്തു? ക്ഷോഭവും അക്ഷമവും അടക്കുവാനാവാതെ മേശപ്പുറത്ത് ഊക്കൊടിച്ചു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ അത് കൊന്നുകൂടെ എന്ന് സെക്രട്ടറിയോട് ചോദിക്കുക. എത്രയും നേരമായിട്ട് ഇനി ഒരാളുണ്ടെന്ന് പറയുമ്പോൾ വയ്യാന്ന് പറയണേ, ഇറിറ്റേഷൻ ഇങ്ങനെ കാണിക്കാം. അങ്ങനെ നിങ്ങളുടെ ഒരു സ്ത്രീ, ഏത് സ്ത്രീയാണ്? ഞാനും ഒരു മനുഷ്യനാണെന്ന് പോയി അവരോട് പറയും, എനിക്ക് സമയമില്ലെന്ന് അവിടെ പോയി പറയൂ. ആരാലും ഇനി നാളെ എനിക്ക് കാണാൻ പറ്റൂ. മണി 4:30 ശാന്തവും അനുനയപൂർവ്വം സെക്രട്ടറി പറഞ്ഞു. അത് കഷ്ടമാണ് തോന്നുന്നു. അവർ അതിരാവിലെ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നുണ്ട്. പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. വളരെ ദൂരം നടന്നു വന്ന പാവം സ്ത്രീയാണ്. നേതാവ് നിശബ്ദനായിരുന്നു. സെക്രട്ടറി അനുഗമിച്ച് ഓഫീസിലൂടെ വിലയേറെ കർട്ടൻ ഒതുക്കി മാറ്റി അദ്ദേഹം ഇങ്ങോട്ട് പ്രവേശിച്ച ആ സ്ത്രീ ആളായാൽ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ചോദ്യമാണ് മിസ് പറയുന്നത്, എന്താണ് ആ വേഷവിധാനം? ആ വന്ന സ്ത്രീയുടെ വേഷം എന്തായിരുന്നു? അതാണ് ചോദ്യമാണ്. നോക്കുക, എന്താ വേഷം? മൂടി പുതച്ച ഒരു മുണ്ട്, മുഷിഞ്ഞ ഒരു കുട, ഊഞ്ഞാലാടുന്ന 2 കാതുകൾ. 18-ാം നൂറ്റാണ്ടിൽ നിന്നും കടന്നു വന്ന ഒരു കഥാപാത്രത്തെ പോലെ അവർ ആ മുറിയുടെ ഒരു മൂലക്ക് ഒതുങ്ങി നിന്നു. പുറകിൽ കാൽമുട്ടുകൾ പിടിച്ചുകൊണ്ട് 6-7 വയസ്സായ ഒരു ആൺകുട്ടി. നേതാവ് അത്ഭുതപൂർവ്വം, അതായത് നേതാവ് ആരാ? നമ്മുടെ ഗോവിന്ദൻകുട്ടി അത്ഭുതപൂർവ്വം സ്ത്രീയെ നോക്കി. അദ്ദേഹം എന്തോ ആലോചിക്കുകയായിരുന്നു. ഭൂതകാലത്തിന്റെ ഇരുളിൽ നിന്ന് ഏതോ പരിചരൂപം കോർത്തെടുത്ത പോലെ എന്തോ ഒരു ഛായ. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു. ആഗതയായ സ്ത്രീ അപ്പോൾ നിലത്ത് കണ്ണും നട്ടിരുന്ന് നോക്കുകയായിരുന്നു. നേതാവ് മനക്ഷോഭം അടക്കിക്കൊണ്ട് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? എന്ത് വേണം? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പറയൂ. അഗതയായ സ്ത്രീ തലയുയർത്തിയപ്പോൾ പുതപ്പ് മേലിൽ നിന്ന് ഊർന്നു വീണു. അമ്പരപ്പവും പരിഭ്രമവും കൊണ്ട് അവരാകെ വിറച്ചിരുന്നു. കാതരവും കുലീനവുമായ മിഴികളിൽ നീർ തുളുമ്പി നിന്നു. മന്ത്രം ജപിക്കുന്ന സ്വരത്തിൽ അവർ മെല്ലെ പറഞ്ഞു, ഇരിക്കണില്ല ഗോവിന്ദൻകുട്ടി, ഞാൻ ഇരിക്കണില്ല, ഇപ്പൊ പൊയ്ക്കോളാം, ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ. പക്ഷേ വാക്കുകൾ പുറപ്പെടുവിക്കാൻ കഴിയാതെ അവർ കണ്ണുനീര് കൊണ്ട് മുഖം മൂടി. നെറ്റിയിൽ നമസ്കാരമുദ്ര, കൈകളിൽ ഓട്ടുവളത്തഴമ്പ്. നേതാവ് താൻ അറിയാതെ വായിൽ നിന്നും വന്നുപോയി, ഓ എൻ്റെ കുഞ്ഞാത്തോലമ്മ. അപ്പോഴാണ് ഗോവിന്ദൻകുട്ടിക്ക് ആളെ മനസ്സിലായത്. അവർ പരസ്പരം ഒരു നിമിഷം നിന്നു. ചിരവിയുക്തനായ ഒരു മകനെ കാണുന്ന അമ്മയുടെ വികാരഹർഷത്തോടെ അവരുടെ കണ്ണുകൾ
ആ അമ്മ അയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പരിഭവമില്ല, പരാതിയില്ല, അപേക്ഷയില്ല, ഒന്നുമില്ല. കേവലം സ്നേഹത്തിൻ്റെ വിനീതവും ആത്മാർത്ഥവുമായ വിശ്വാസദാർഢ്യം മാത്രം. ഒരു നെടുവീർപ്പോട് കൂടി ആ ജീവചരിത്രത്തിൻ്റെ ചുരുളുകൾ മുഴുവൻ കെട്ടഴിഞ്ഞു വീണു. ഓക്കെ, അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവിടെ കൂടിക്കാഴ്ച എന്തായാലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ പറയാം നേതാവ് അത്രക്കും എന്താ പറയുക ക്ഷീണിതനും ഒക്കെ ആയിട്ടും പുറത്തു പോയ അമ്മയെ കാണാൻ പോയപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് മുഷിഞ്ഞ വസ്ത്രത്തോട് കൂടി വരുന്ന അമ്മ ആത്തോലമ്മ എന്ന് അദ്ദേഹം അറിയാതെ വിളിച്ചുപോയി. അപ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ ഒരു കാഠിന്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ ആൻസർ അതെ ചോദ്യം വരും കേട്ടോ. താൻ മുമ്പ് ആട്ടിപ്പുറത്താക്കാൻ ഒരുങ്ങപ്പെട്ട ദീനയും ദരിദ്ര വേഷയുമായ ഒരു സ്ത്രീയുടെ സാന്നിധ്യം തൻ്റെ സർവ്വ പരിപാടികളാണ് നേതാവ് വിസ്മരിച്ചു പോയി. താൻ ആട്ടിപ്പുറത്താക്കാൻ, അതായത് നീ നോക്കുന്നില്ല, ആരും ഞാൻ നോക്കുന്നില്ല എന്ന് പോയിരുന്നല്ലോ, നേരത്തെ പോകാൻ ഒരുങ്ങിയില്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോവായിരുന്നില്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു അമ്മയെ കാണാതെയാണോ ഞാൻ പോവാതിരുന്നത്? പിന്നെ എന്തൊരു അപരാധമാണ് ഞാൻ ചെയ്യാൻ പോയത്? നിത്യപൂജാർഹയായ ദേവി വിഗ്രഹത്തെ തട്ടിമറിച്ചെന്നതുപോലെ. അപ്പോൾ ഈ ഒരു വേർഡ് ശ്രദ്ധിക്കുക. എക്സാമിന് ചിലപ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് ആരെപ്പോഴാണ് തോന്നിയത് ചോദ്യം. നിത്യപൂജാർഹയായ, പൂജിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ്. അതായത് ആത്തോലമ്മയെ പൂജിക്കണം, അത്രയും നല്ല സ്ത്രീയാണെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മനുഷ്യ സ്ത്രീ. മനുഷ്യപുത്രി ആരാണ്? ആത്തോലമ്മ. നിത്യപൂജാർഹയായ ദേവി വിഗ്രഹത്തെ തട്ടിമറിച്ചിട്ടെന്നത് പോലെ. അത് വെറും കല്ലല്ലായിരുന്നു. കല്ലുകൾക്ക് സുഖദുഃഖങ്ങളില്ല, അവ അടിച്ചുടക്കേണ്ടവയാണ്. അതിനുവേണ്ടി സമരത്തിൽ ജയിച്ചാണ് താൻ ഇത്രത്തോളം ഉയരത്തിലെത്തിയത്. അപ്പൊ എന്ത് സമരമുഖങ്ങളാണ് ഉണ്ടായത്? അതിനുത്തരമാണ് പണ്ടത്തെ ജാതി വ്യവസ്ഥ തകർത്തെറിഞ്ഞതാണ് ഇവിടെ പരാമർശിക്കുന്നത്. നിങ്ങൾ ഉത്തരം എഴുതണം. ഓക്കെ, നിരന്തരമായ പാദപ്രഹരത്താൽ ഉടഞ്ഞു ചിതറി ഈ കൽക്കൂമ്പാരങ്ങൾക്കടിയിൽപ്പെട്ട് നിരാലംബയായി പിടയുന്ന മനുഷ്യജീവികളുടെ കാര്യം താൻ എന്തേ മുമ്പ് ഓർക്കാതിരുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള എന്തായാലും ജാതി വ്യവസ്ഥ, നമ്പൂതിരി ഇല്ലങ്ങളൊക്കെ തകർന്ന് ജാതി വ്യവസ്ഥയ്ക്ക് ഇല്ലാതെ ആവുമ്പോൾ ഇങ്ങനെ നല്ല നല്ല മനുഷ്യജന്മങ്ങളും തകർന്നു പോയത് എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചിരുന്നില്ല എന്ന് ആരാലോചിക്കുന്നു? നമ്മുടെ ഗോവിന്ദൻകുട്ടി ആലോചിക്കുന്നു. പിന്നെ പൊരിഞ്ഞു മരിച്ചാൽ പോലും ഒരരിമണി യാചിക്കാത്ത വയറുകൾ. ഈ മഹായജ്ഞത്തിൽ കുരുതി കഴിക്കേണ്ടുന്ന പശുക്കളിലൊന്ന് ഇതാ എൻ്റെ മുന്നിൽ നിൽക്കുന്നു, സ്നേഹാനുഭവങ്ങളുടെ അമൃതസുന്ദരിയായ അനുഗ്രഹപൂരം വർഷിച്ചുകൊണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരാൾ, അപ്പം ആത്തോലമ്മ എത്രത്തോളം ഗോവിന്ദൻകുട്ടിയെ പണ്ട് പരിപാലിച്ചിരുന്നു, ഭക്ഷണം കൊടുത്തിരുന്നു, നോക്കിയിരുന്നു എന്ന് എങ്ങനെ മനസ്സിലാവും? അപ്പോൾ ഗോവിന്ദൻകുട്ടിയെ നിന്നെ ഒന്ന് കാണാൻ വന്നതാണെന്നാണ് ആ അമ്മ പറയുന്നത്. അതിൽ തന്നെ എന്തുണ്ട്? അല്ലാതെ യാചിക്കാനോ പൈസക്കൊന്നും വന്നതല്ല. ക്രൂശിതയായി ഈ മനുഷ്യപുത്രിയുടെ മുന്നിൽ താനാകെ ചെറുതായി വരുന്നതിൽ അദ്ദേഹത്തിന് തോന്നി. എന്തുകൊണ്ടാണ് ഗോവിന്ദൻകുട്ടിക്ക് ആ മനുഷ്യപുത്രിയുടെ മുന്നിൽ ചെറുതായി പോയതുപോലെ തോന്നിയത്? ഇപ്പോൾ താൻ മഹായോഗത്തിൽ പ്രസംഗിക്കേണ്ട ഒരു നേതാവല്ല, കമ്മിറ്റിയിൽ പങ്കുകൊള്ളുന്ന വിദഗ്ധനല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഗോവിന്ദൻകുട്ടിയുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഗോവിന്ദൻകുട്ടിയെ നോക്കിയതും വളർത്തിയതും ഗോവിന്ദൻകുട്ടിയെ അത്രക്കും സ്നേഹിച്ചിരുന്ന അന്നത്തെ ഇല്ലത്തിലെ ആത്തോലമ്മയായതുകൊണ്ടാണ് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആത്തോലമ്മ നമ്മുടെ ഗോവിന്ദൻകുട്ടിയെ കാണുന്ന ആ ഒരു സാഹചര്യം, ആത്തോലമ്മയുടെ ആ ഒരു പരാധീനതയൊക്കെ വെളിവാക്കുന്ന വേഷവിധാനമാണ്. അതുകൊണ്ടാണ് ഗോവിന്ദൻകുട്ടിക്ക് പെട്ടെന്ന് മനസ്സിൽ ഒരു അലിവും സ്നേഹവും സങ്കടവും ഒക്കെ വന്നത്. താനും കൂടി ആ ജാതിവ്യവസ്ഥ തകർക്കാൻ കാരണമായതല്ലോ, ഇങ്ങനെയുള്ള പാവപ്പെട്ട നല്ല നല്ല ആളുകളും അതിൽ കുരുതി കഴിച്ചു പോയല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രൈമറി ക്ലാസ്സുകൾ മുഴുവൻ കടന്നു കയറി ഒറ്റച്ചാട്ടത്തിനായത്. മനക്കലെ കുഞ്ഞാത്തോല് അമ്മയോട് പറയാറുണ്ട്, ഗോവിന്ദൻകുട്ടി ബുദ്ധിയുള്ളതാ ലക്ഷ്മി, ഓ നല്ലൊരു നിലയിലെത്തുന്നു. പണ്ട് ഇവിടെ ഇല്ലത്ത് ഇവർ അടിയാളരായി താമസിക്കുമ്പോൾ ഗോവിന്ദൻകുട്ടിയുടെ അമ്മയോട് ഇപ്പൊ കാണുന്ന ഈ ആത്തോലമ്മ പറയും, നിന്റെ മോന് നല്ലൊരു നിലയിലെത്തും, നല്ല പഠിക്കുന്ന കുട്ടിയാണെന്ന്. അപ്പോൾ ഇവരെ അമ്മ, ഗോവിന്ദയുടെ അമ്മ എന്താണ് മറുപടി പറയുന്നത്? എങ്ങനെയാ കുഞ്ഞാത്തോലെ പഠിപ്പിക്കുക? വയറിന് തന്നെ എനിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല, ബുക്ക്, പെൻസിൽ, പുസ്തകം എന്തെല്ലാം വേണം സ്കൂളിൽ പോവാനെങ്കിൽ. കുഞ്ഞാത്തോൽ എന്തോ ആലോചിക്കും പോലെ തോന്നി. അതിന് സാരല്ലേ ലക്ഷ്മി, ഒക്കെ ഒരു വഴി ഉണ്ടാവും. തേവാരത്തിനുള്ള പൂവ് കൊണ്ടുതരുമ്പോൾ എടുക്കാൻ ചില്ലറ ഞാനുണ്ടാക്കാം. അപ്പോൾ ചെക്കനോട് നീ തേവാരം അന്ന് പൂജ ചെയ്യാനുള്ള കുറച്ച് പൂവ് നിന്റെ മകനോട് കൊണ്ടുതരാൻ പറയൂ, അപ്പോൾ എന്തെങ്കിലും വരുമാനം കൊടുക്കാം, അപ്പം അവന് പുസ്തകവും പെൻസിലും വാങ്ങാം എന്നുള്ള ഒരു വഴിയാണ് ഈ ആത്തോലമ്മ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ കരുണാമയമായ ഒരു ദേവിയെപ്പോലെ അവർ തൻ്റെ നേരെ നോക്കി. ആ മുഖം ഒരു ദേവിയുടെ ചായയിലേക്ക് തനിക്കോർക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദേവിയെപ്പോലെ എന്തുകൊണ്ടാണ് ഗോവിന്ദൻകുട്ടി ആത്തോലമ്മയെ
സ്മരിച്ചത് എന്നുള്ള ചോദ്യം നിർബന്ധമായിട്ടുണ്ടാവും. കാരണം ആ ഒരു അമ്മ വന്നതും ഗോവിന്ദൻകുട്ടി അവരെ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ട് എത്രത്തോളം ആത്തോലമ്മ അദ്ദേഹത്തെ സഹായിച്ചിരുന്നെന്ന് ഈ ഒരു വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. ചോറുടളയെ നീട്ടിപ്പിടിച്ച് എന്നെ അന്നപൂർണേശ്വരിയെ പോലെ എന്നെ നോക്കി നിന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ. രാവിലെ കണ്ട കാടും ഏടും പൊടി പൂജാപുഷ്പങ്ങൾ പറിച്ചു ഞാൻ കൊണ്ടു കൊടുക്കുമ്പോഴും ആത്തോലമ്മയുടെ കണ്ണിലുള്ള ആ ഒരു സ്നേഹം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഗോവിന്ദൻകുട്ടിയുടെ ഓർമ്മകളാണ് അദ്ദേഹം പറയുന്നത്. ലാസ്റ്റ് എന്താ പറയുന്നത്? കുഞ്ഞാത്തോലമ്മ അവൻ്റെ കൈകളിൽ വെച്ച് കൊടുത്തു പറയും, നീ തൻ്റെ അമ്മയോട് പറയുന്ന വാക്കുകൾ, നീ കരയേണ്ട ലക്ഷ്മി, അവൻ പഠിച്ച് മിടുക്കനാവും, താഴത്തെ ഓടിട്ട വീട് നല്ല വീടായിട്ട് അവൻ മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇതിലെന്താണ്? നമ്മുടെ മനുഷ്യപുത്രി ആരാണെന്ന് ചോദ്യം നിങ്ങൾ എന്ത് പറയും? ആരാണ് മനുഷ്യപുത്രി? നമ്മുടെ ആത്തോലമ്മ. നമ്മുടെ പ്രധാന കഥാപാത്രം ആരാണ്? ഗോവിന്ദൻകുട്ടി. എഴുതിയത് ലളിതാംബിക അന്തർജനം. ഇതിൽ പറയുന്ന ജാതി വ്യവസ്ഥ ഈ കഥയിലൂടെ ചിത്രീകരിക്കുന്നത് എങ്ങനെ? അതാണ് നമ്മുടെ ആസ്വാദന കുറിപ്പ്. ഈ ചോദ്യം വന്നാലും ആസ്വാദന കുറിപ്പൊക്കെ ഉത്തരം ഒന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഈ ഒരു കഥ മുന്നോട്ട് വരുന്നത് ഗോവിന്ദൻകുട്ടി പെട്ടെന്ന് എന്തായി മാറുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവുന്നു, സമൂഹത്തിലെ ഉന്നതനായി മാറുന്നു. ഈ ഗോവിന്ദൻകുട്ടിയുടെ അടുത്തേക്ക് തന്നെ ആര് വരുന്നു? നമ്മുടെ പഴയ അവൻ്റെ ആത്തോലമ്മ കടന്നു വരുന്നതും അവർ അവരുടെ ഓർമ്മകൾ പരസ്പരം പങ്കിടുന്നതോടുകൂടി ഈ കഥ അവസാനിക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കൺക്ലൂഷനോട് കൂടി അത് നിർത്തണം. അത് നമ്മൾ ആസ്വാദനക്കുറിപ്പിൻ്റെ അവസാന ഭാഗവുമാണ്. ഓക്കെ.